വേണ്ട വേണ്ട ഉണ്ണി എന്ന് പലതവണ എൻ്റെ അമ്മ പറഞ്ഞാണ് ഗൈസ്, ബട്ട് ഞാൻ കേട്ടില്ല. യെസ് ഗൈസ്, ഞാൻ ഒരു ഹെയർ മസാല വീഡിയോ ആണ് ഈ ഒരു എപ്പിസോഡിൽ കാണിക്കുന്നത്. വേറെ ഒന്നുമല്ല, എൻ്റെ പ്രഗ്നൻസി ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ വിചാരിച്ചു എൻ്റെ ഹെയർ സ്റ്റൈൽ ഒന്ന് മാറ്റണം, ഒന്ന് ലെയർ അടിക്കണം എന്നൊക്കെ. അപ്പോൾ ഇവിടെ ന്യൂസിലാൻഡിൽ ഒരു മുടി വെട്ടുന്നതിന് ഏകദേശം ഒരു $40-50 സ്റ്റെപ്പൊക്കെ വെട്ടുന്നതിന്. അതും കൂടെ സേവ് ചെയ്യാൻ വേണ്ടി മാത്രം ഞാൻ വിചാരിച്ചു ഓക്കെ യൂട്യൂബുകളൊക്കെ നോക്കി ഒന്ന് ട്രൈ ചെയ്യണം. അങ്ങനെ പല യൂട്യൂബുകൾ റെഫർ ചെയ്തു, ഞാനങ്ങനെ കുറേ സ്റ്റെപ്സൊക്കെ പഠിച്ചു വെച്ചു. അങ്ങനെ ഞാനിങ്ങനെ ഓരോരോ സ്റ്റെപ്സൊക്കെ ചെയ്ത് ഞാൻ സ്വന്തമായിട്ട് സ്റ്റെപ്പ് കൂട്ടാൻ തീരുമാനിച്ചു ഗൈസ്. അതിനുള്ളൊരു പ്രിപ്പറേഷൻ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു ലിങ്ക് ഞാൻ ഓൾറെഡി ചിക്കുവിന് അയച്ചു കൊടുത്തപ്പോൾ ചിക്കു പറഞ്ഞു വേണ്ട, ഇതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് 10 തവണ ചോദിച്ചതാണ്. ഞാൻ പറഞ്ഞു എനിക്ക് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞ് ഞാൻ ചെയ്തതാണ് ഗൈസ്. അപ്പോൾ ഞാൻ നല്ലപോലെ ചീകി ഒതുക്കി കെട്ടിവെച്ചു, നല്ല കത്രികയൊക്കെ എടുത്ത് മുറിക്കുന്നുണ്ട്, എല്ലാം ചെയ്തു. അങ്ങനെ കുഞ്ഞവനെ അമ്മയെപ്പിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്റ്റെപ്പുകളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് അമ്മ വന്ന് അമ്മ നോക്കുന്നു. അപ്പോൾ വെട്ടിക്കഴിഞ്ഞ് എൻ്റെ മുടി തേ കിടക്കുന്നു ഗൈസ്, ഗുബ്ലി പോലെ എൻ്റെ സ്റ്റെപ്പ്. അമ്മ അവിടെ നിന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നെ നല്ലപോലെ വഴക്ക് പറയുന്നതാണ്, എനിക്കിതിൻ്റെ വല്ല പണിയുണ്ടായിരുന്നോ എന്നാണ്. അപ്പോൾ ഞാൻ വെട്ടി ഗൈസ്, അങ്ങനെ സ്റ്റെപ്പ് വെട്ടി അമ്മ കുഞ്ഞിനെ കാണിക്കുകയാണ്, നിൻ്റെ അമ്മ അതേ എന്തൊക്കെയൊക്കെയോ അഭിപ്രായങ്ങൾ കാണിക്കുന്നു എന്ന്. അങ്ങനെ വെട്ടിക്കുളമായ മുടിയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ബട്ട് ഞാൻ ഈ സ്റ്റൈലൊക്കെ കാണിക്കുന്നതിൽ ചെറുതായിട്ടൊരു ലെയറൊക്കെ വന്നു, എന്തോ എവിടേക്കോ കയറി ഇറങ്ങിപ്പോയി. അങ്ങനെ എനിക്ക് ഭയങ്കര സങ്കടമായി, എന്താണെന്ന് അറിയത്തില്ല, ഫ്രസ്ട്രേഷനായി. എങ്കിലും ഞാൻ ഷോ ഓഫൊക്കെ കാണിക്കുന്നൊന്നും ഒരു കുറവ് കാണിച്ചില്ല. സോ അങ്ങനെ ഞാൻ കുറേ ചീകി പിന്നെ വെട്ടണം എന്നൊക്കെ പറഞ്ഞു പിന്നെ ഞാൻ അവിടെ എവിടെയൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തു. അങ്ങനെ ലെയറൊക്കെ ഒന്ന് ആക്കാൻ ശ്രമിച്ചു, എങ്കിലും എവിടെയോ കയറി ഇറങ്ങിയൊക്കെ കടിച്ച് പറിച്ച് പോലിരിപ്പുണ്ട്. ഫൈനലി ഗൈസ് ഞാൻ ചേർന്നു ഒരു സലൂണിൽ. അവിടെ ചെന്നപ്പോഴാണ് മനസ്സിലായത് നേരത്തെ എവിടെയെങ്കിലും വന്നാൽ മതിയായിരുന്നു, നല്ല രീതിയിൽ അവർ മുടി സെറ്റാക്കി തന്നേനെയെന്ന്. അങ്ങനെ നല്ലൊരു മുടി ഇങ്ങനെ കോലത്തിൽ നീളം കുറച്ചെടുത്ത ഒരു എപ്പിസോഡ് കണ്ടതിന് നന്ദി.